വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യേശുവിനെ ന്യായാധിപനായും പരീശന്മാർ വാദികളായി വ്യഭിചാരകർമ്മത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ പ്രതിയാക്കിക്കൊണ്ട് ശിക്ഷ വിധിക്കുന്നതിന് കൊണ്ടുവരുന്ന ഒരു സംഭവം യോഹന്നാൻ 8:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ചേർത്തിട്ടുണ്ട്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം വ്യഭിചാരം ഏറ്റവും വലിയ കുറ്റമാണ്. വ്യഭിചാരം ചെയ്യുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് ന്യായപ്രമാണം പറയുന്നത്. ഈ സ്ത്രീ ചെയ്തത് പാപകർമ്മം തന്നെയാണ്. എന്നാൽ ഇവളുമായി പാപകർമ്മത്തിൽ ഏർപ്പെട്ട വ്യക്തിയെ അവർ വിട്ടുകളഞ്ഞു. അതാരും നമുക്കറിയില്ല. ഒരുപക്ഷേ ഒരു പരീശനോ ശാസ്ത്രിയോ ആയിരിക്കാം. ഈ സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ഭക്തിവേഷം ധരിച്ച് നടക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും. അവർ യേശുവിൻ്റെ മുൻപിൽ കുറ്റപത്രം വായിച്ചു. അതോടൊപ്പം മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷാവിധിയും വായിച്ചു. യോഹന്നാൻ 8:4-5 വാക്യങ്ങൾ. ഇവരുടെ ചോദ്യത്തിന് മുൻപിൽ യേശു മൗനമായിരുന്നു. അതുകൊണ്ട് അവർ യേശുവിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അതേ തുടർന്ന് യേശു നൽകിയ മറുപടിയാണ് 7-ാമത്തെ വാക്യം. നിങ്ങളിൽ പാപം ഇല്ലാത്തവർ അവളെ ഒന്നാമത് കല്ല് എറിയട്ടെ. യേശുവിൻ്റെ മറുപടി സുപ്രസിദ്ധമാണ്. പാപം ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് നീതിമാന്മാരായി നടിക്കുന്ന, കർത്താവിൻ്റെ ഭാഷയിൽ വെള്ള തേച്ച കല്ലറകളെ പോലെ നിൽക്കുന്ന എല്ലാവരോടും ഉള്ള യേശുവിൻ്റെ മറുപടി ഇതുതന്നെയാണ്. പാപം ചെയ്യാത്തവൻ ഒന്നാമത് കല്ലെറിയുക. കർത്താവിൻ്റെ ഈ മറുപടി കേട്ടപ്പോൾ അവരുടെ മനസാക്ഷിക്കുത്ത് നിമിത്തം അവർ ശാന്തമായി അവിടെ നിന്നു എന്ന നാം മനസ്സിലാക്കുന്നത്. അവർ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ചിത്രം അവരിൽ കൂടി കടന്നുപോയി. പാപത്തിൻ്റെ ശിക്ഷ ഞങ്ങളും അനുഭവിക്കേണ്ടുന്നവരാണ് എന്ന ബോധം അവരിൽ ഉണ്ടായി. സ്ത്രീ എറിയുവാൻ കൊണ്ടുവന്ന കല്ലുകൾ കയ്യിൽ നിന്ന് താഴെ വീണു. ശബ്ദം കേൾപ്പിക്കാതെ അവർ ഓരോരുത്തരായി സ്ഥലം വെച്ചു. ഒടുവിൽ യേശുവും പ്രതിയായ സ്ത്രീയും മാത്രം ശേഷിച്ചു. സ്ത്രീയെ പീഡിപ്പിക്കുന്നത് മാത്രമാണ് വ്യഭിചാരം എന്ന എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ യേശു പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. മത്തായി 5:28. അങ്ങനെയെങ്കിൽ നമ്മിൽ എത്രയോ പേർ ഈ പാപം ചെയ്യുന്നവരാണ്. യേശു വീണ്ടും പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. മത്തായി 5:32. ഈ പശ്ചാത്തലത്തിൽ നീതിമാൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന പ്രസ്താവനയുടെ അർത്ഥം നാം മനസ്സിലാക്കണം. പക്ഷെ പലപ്പോഴും നമ്മിലുണ്ടാകുന്ന പാപത്തെ നാം കാണാറില്ല. പകരം മറ്റുള്ളവരുടെ ചെറിയ കുറവുകളെ ഉയർത്തി കാണിക്കും. തെറ്റുകളെ മറച്ചു വെച്ച് വെള്ള തേച്ച ശവക്കല്ലറുകളെ പോലെ വെള്ള പുതച്ച് നടക്കുന്ന വിശ്വാസിയാണോ ഞാനും നീയും? കർത്താവിൻ്റെ ഭാഷയിൽ നമ്മെ എല്ലാവരെയും കപടവ്യക്തിക്കാർ എന്ന് വിളിക്കുന്നത്. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല എന്ന് സദൃശ്യവാക്യം 28:13 പറയുന്നത്. പാപത്തിൻ്റെ ഭീകരത വളരെ വലുതാണ്. പാപം ചെയ്യുമ്പോൾ അത് സന്തോഷകരമായ അനുഭവമാണ്, എന്നാൽ അവസാനം ദുഃഖമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണല്ലോ. പാപം മനുഷ്യനെ അടിമയാക്കുന്നു. യോഹന്നാൻ 8:34. പാപകർമ്മങ്ങൾ നമ്മുടെ നിയന്ത്രണ ശക്തിയെ ദുർബലമാക്കുകയും പാപബന്ധനത്തിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ സാധിക്കാതെ ഒടുക്കം നാശത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. പാപം ചെയ്യുന്നവനെ മാത്രമല്ല, പിന്നെ അവൻ്റെ കുടുംബത്തെയും തലമുറകളെയും പാപം നശിപ്പിച്ച് കളയുന്നു. കർത്താവിൻ്റെ മറുപടിക്ക് മുൻപിൽ കൂടി വന്നവർ പാപത്തിൻ്റെ ഭീകരതയെ ഓർത്ത് അനുദപിക്കുകയോ ഏറ്റുപറയുകയോ ചെയ്തില്ല. അവർ പാപത്തിൻ്റെ ഭീകരതയെ കണ്ട് മിണ്ടാതെ അധികം പാപിച്ചവിടുമായി മടങ്ങിപ്പോയി. എന്നാൽ പാപകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ നീതീകരിക്കപ്പെട്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോയി. പാപി മരിക്കണമെന്നല്ല, മനം തിരിഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പാപകർമ്മത്തിൽ പിടിക്കപ്പെട്ടിട്ടും ഈ സ്ത്രീയോട്, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ
മടക്കി അയക്കുന്നത്. കർത്താവിൻ്റെ ഈ മറുപടി പാപബന്ധനത്തിൽ ആയിരുന്ന സ്ത്രീക്ക് ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് വരുന്നതിനും വിശുദ്ധി അനുഭവമാക്കുന്നതിനും സഹായിച്ചു. നമ്മൾ ഉള്ളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നടത്തണം. പലപ്പോഴും നമ്മളുടെ പാപം മറച്ചു വെച്ച് മറ്റുള്ളവരുടെ പാപം ഉയർത്തിപ്പിടിക്കുകയല്ലേ നാം ചെയ്യുന്നത്? മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത നീതിമാന്മാർ എന്ന് അഭിമാനിക്കുന്നവരല്ലേ നാം? ഈ ഒരു ചിന്ത നമ്മെ നീതീകരിക്കുകയില്ല. നീതീകരിക്കപ്പെടുവാൻ യേശുവിൻ്റെ ക്രൂശിനടുക്കൽ ചെല്ലണം. അപ്പോൾ പാപിനിയായ സ്ത്രീയുടെ പാപം ക്ഷമിച്ച യേശു നമ്മിലുള്ള സകല പാപ അനുഭവത്തെയും ക്ഷമിച്ച് പുതിയ അനുഭവത്തിലേക്ക് നയിക്കും. എന്നാൽ ഒന്ന് നാം ചെയ്യണം, നമ്മുടെ ബലഹീനതകളെ യേശുവിൻ്റെ മുൻപിൽ സമ്മതിക്കണം. കർത്താവേ, കുറവുകളെ മറച്ചു വയ്ക്കാതെ അവ ഏറ്റുപറഞ്ഞ് വിശുദ്ധി പ്രാപിപ്പാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ. Be